Gen Z, the most notorious or the most misunderstood generation. Gen Z in the late 1990s to 2010 born generation. എന്താണ് അവരെ അവരാക്കുന്നത്? എല്ലാ Gen Z മെമ്പേഴ്സും ഒരുപോലെയാണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരം മനസ്സിലാക്കാനായി we have two members of the Gen Z community discussing topics and subjects that are commonly associated with their generation. Welcome to another episode of 100% Illiteracy. Hi, this is my Gucci bag. ഉള്ളത് കാണിച്ച് ജീവിക്കും. Okay, നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. Being a prostitute gives you so much money. ഷുഗർ മോമി വന്നിട്ട് ചോദിക്കാണ്, ഷുഗർ മോമിയോ അല്ലെന്നെ എത്ര രൂപ വേണം കൂടെ കിടക്കാൻ വിചാരിക്കാണ്. എനിക്കൊരു ഇൻസിഡന്റ് നടന്നത് എന്റെ 11-12 വയസ്സിലാണ്. അൺലെസ് ആൻഡ് അണ്ടിൽ അല്ലൻ എന്റെ കൂടെ കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ബാധിക്കുന്ന കാര്യമല്ല. കാല് നക്കിക്ക് ഞാൻ നിന്നെ കൊണ്ട് എന്റെ ആസിഫേ. അല്ലനെ ആകെ ഞാൻ കണ്ടിട്ടുള്ളത് 4-5 തിയേറ്ററിന്റെ മുന്നിൽ പോയിട്ട് റിവ്യൂ പറയും. ഞാൻ ഒരു തിയേറ്ററിന്റെ മുന്നിൽ പോയിട്ടില്ല. അലൻ വേണമെങ്കിൽ പറയും, ഓ അവള് പോക്ക, അല്ലെങ്കിൽ അലൻ വേണമെങ്കിൽ പറയും. അത് ഇങ്ങനെ സ്ട്രക്ചർ ഉള്ള ആൾക്കാരാവണം എന്നില്ല. Only believe that. Only who lack a pair believe that he can't come out of that trauma. Hi, my name is Mohammad Asif Cherisan. My name is Alanam George and I was born on 5th November 1999. I born on 1999, okay. And I've recently completed my 5-year integrated BLLB. I am an MC, fashion creator, personal shopper and a stylist. I now do a podcast called 100% Illiteracy. It's on YouTube. So as if താങ്കൾ ഇന്നിവിടെ ഇരിക്കുന്നത് is because you are a member of the Gen Z community and that is what today's content is all about. Could you tell me Gen Z എന്ന ജനറേഷനെ ഡിഫൈൻ ചെയ്യുന്ന കുറച്ച് ട്രേറ്റ്സ് എന്താണ് according to you? Being more flexible, being neutral, being non-judgmental, I guess. എൻ്റെ ജനറേഷനിൽ എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും അല്ലെങ്കിൽ അതിന് കുറച്ച് കഴിഞ്ഞ് വന്ന ആളുകളും തമ്മിൽ ഒരു ജനറേഷൻ ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിള്ളേരിപ്പോൾ അതിനെ തന്തവൈബ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. Flexible towards what though? Everything. Flexible towards fashion, towards people, towards their gender, stereotypical norms, things like that. ഒരു ജനറേഷൻ ഗ്യാപ്പ് ആക്ച്വലി വളരെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പിന്നെ വന്ന ജനറേഷനിൽ വാട്ട് ഐ സീ ഇസ് അഡിക്ഷൻസ്, ലേസിനെസ്, ഐ ഡോണ്ട് നോ, മോസ്റ്റ്ലി എല്ലാവരും അല്ല, എന്നാലും ഐ മോസ്റ്റ്ലി സീ ഗുഡ് ഫോർ നത്തിങ് പ്രിക്സ്. സോറി ഫോർ ദ ലാംഗ്വേജ്. താങ്കളുടെ ജനറേഷനെ ജനറലി ഡിഫൈൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ജനറലി ഡിഫൈൻ ചെയ്യേണ്ട ഒരു ഒറ്റ ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താ പറയുക, ഇപ്പോഴത്തെ ജനറേഷൻ കൺഫ്യൂസ്ഡ്, എഫക്റ്റഡ് ബൈ ട്രോമ. നിലവിലത്തെ അവസ്ഥയിൽ ഇതാണ് എനിക്ക് തോന്നുന്നത്. I'm going to ask you to react to certain words. Okay. Certain words that the public thinks you guys react very differently to as opposed to some other generations. So as soon as you hear the word, I want you to tell me what you feel about those words. Okay? The first word is trauma. Therapy. Trending now. Everything is trauma now. ഇപ്പം എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ജനറേഷൻസ്, അതായത് എസ്പെഷ്യലി മില്ലേനിയൽ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേയുള്ള ജനറേഷൻസ് ട്രോമ എന്ന് കേൾക്കുമ്പം എനിക്ക് തോന്നുന്നു അവർക്ക് അത്ര ട്രോമ എന്താണ്, ട്രോമ റെസ്പോൺസ് എന്താണ്, ട്രോമ ബോണ്ടിങ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്ര അവെയർ ആവണം എന്ന് എനിക്ക് തോന്നുന്നില്ല. Arguing with someone is trauma. Fighting with your girlfriend is trauma. വീട്ടുകാർ മാർക്ക് പറഞ്ഞൊരു വഴക്ക് പറഞ്ഞ ട്രോമ. റിലേഷൻഷിപ്പ് സക്സസ് ആയില്ലെങ്കിൽ ട്രോമ. എല്ലാം ട്രോമ. It's now a trend. It's now a trend and it's also an excuse to, like go back, അല്ലെങ്കിൽ എന്താ പറയാ, ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ളൊരു എക്സ്ക്യൂസ് ആയിട്ട് പലരും ഇപ്പൊ ട്രോമ കാണുന്നുണ്ട്. ദാറ്റ് ആക്ച്വലി ബിലിറ്റിൽസ് പീപ്പിൾ ഹു ഹാവ് ആക്ച്വൽ ട്രോമ. സോ എനിക്ക് തോന്നുന്നു ജെൻസീസ് കുറച്ചും കൂടെ അവരുടെ ട്രോമ എന്താണെന്ന് അവെയർ ആവാനും അതിനെപ്പറ്റി ലേൺ ചെയ്യാനും അതിനെങ്ങനെ തരണം ചെയ്യാനും നോക്കാമെന്ന് ട്രൈ ചെയ്യുന്ന ഒരു ജനറേഷൻ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. The next word is depression. Depression is actually a mental disorder which should be clinically diagnosed. പലരും ആ ടേമിനെ വളരെ ചെറിയ പേഴ്സണൽ വിഷമങ്ങൾക്ക് വേണ്ടി ഞാൻ ഡിപ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിൽ കടന്നുപോയി, ഇനി ഞാൻ ഡിപ്രസ്ഡ് ആയിട്ട് അങ്ങ് ജീവിച്ചേക്കാം എന്നുള്ള ഒരു രീതിയിൽ അതിനെ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൗണ്ട്സ് ലൈക്ക് എ ഫാൻസി വേർഡ് ദോ. പക്ഷെ ജെൻസീസിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഐ വാസ് റീഡിങ് എൻ ആർട്ടിക്കിൾ, ജെൻസീസിൽ ഒരുപാട് പേർക്ക് ഡിപ്രഷൻ ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ, അതായത് മില്ലേനിയൽ ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയാറുണ്ട്, ജെൻസി ജനറേഷനിലുള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഡിപ്രഷൻ കൂടുതലാണ്, അവർക്ക് വലിയ വലിയ കാര്യങ്ങൾ
ഫേസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കുറവാണ്, അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് ഡിപ്രഷനിലോട്ടായി പോകുന്നു എന്ന് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ അറൗണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ആൾക്കാരും ഒക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത്. ഡിപ്രഷൻ ഒരു ലൈഫ് സ്റ്റൈൽ ആണെന്നാണ് താങ്കൾ പറയുന്നത്. ഡിപ്രഷൻ ഒരു ലൈഫ് സ്റ്റൈലിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് പലർക്കും. ഡിപ്രഷൻ വെച്ച് വ്ളോഗ് ചെയ്യുന്നവരെ കാണാം. സെക്ഷുവാലിറ്റി ഇറ്റ്സ് എ നോർമൽ തിങ്. എല്ലാവരും അവരവരുടെ പ്രിഫറൻസ് ഉണ്ടാവും. സം പീപ്പിൾ ആർ ഗേ, സം പീപ്പിൾ ആർ വാട്ട് എവർ ദേ വാണ്ട് ടു ബി. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അത് ഓരോരുത്തരുടെയും പ്രിഫറൻസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ജെൻസീസിന് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ആൾക്കാർ, അതായത് ജെൻസി അല്ലാത്ത ആൾക്കാർ, എനിക്ക് തോന്നുന്നത് വേ വി വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്, ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സെക്ഷുവാലിറ്റി എന്ന് പറയുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യം കേൾക്കുന്ന ക്വസ്റ്റ്യൻ ആർ യു ഗേ. ഗേ ലെസ്ബിയൻ കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് എന്താ പറയാ, അതിനിപ്പോഴും ഒരു പ്രോപ്പർ ഉത്തരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. സിൻസ് ഫോർ ഒരു മോഡേൺ ടൈംസിൽ അല്ലെങ്കിൽ അതിന് മുൻപും നമ്മൾ ഇതിന്റെ ട്രേസസ് കണ്ടിട്ടുണ്ട്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഇസ് പ്രിഫറൻസ്. പക്ഷെ ആ പ്രിഫറൻസ് ബാക്കിയുള്ളവരുടെ മുഖത്തുകൊണ്ട് റബ്ബ് ചെയ്യുന്നത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് റൈറ്റ്. ഫൈനലി ഐഡന്റിറ്റി. യു ഓൾസോ ലൈക്ക് ടു ചിപ്പ് ഇൻ എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് ജെൻഡർ. ഒരു കാലം വരെയും ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ദർ ആർ ഓൺലി 2 genders എന്നാണ്. പക്ഷെ അത് നമുക്ക് കുറച്ചുകൂടി ഒരു നല്ല പെർസ്പെക്റ്റീവ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ആക്ച്വലി ഇന്റർസെക്സ് അങ്ങനത്തെ കാര്യങ്ങളിൽ കൂടി കുറച്ചുകൂടി അവെയർ ആവണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ ഒരു ഐഡന്റിറ്റി ജെൻസി ആൾക്കാർക്ക് ഉണ്ടെന്ന്. ബിക്കോസ് എല്ലാവർക്കും അവരുടേതായ പെർസ്പെക്റ്റീവ് ഉണ്ട് അവരുടെ ഐഡന്റിറ്റി എന്താന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ സെക്ഷുവാലിറ്റിയുടെ കാര്യം പോലെ തന്നെ ട്രാൻസ്ജെൻഡറിസം ഇസ് നൗ ബീങ് റബ്ഡ് ഓൺ പീപ്പിൾസ് ഫേസസ് ലൈക്ക് ക്രേസി. ഐ എം ടോട്ടലി അഗൈൻസ്റ്റ് ദാറ്റ്. നിങ്ങളൊരു കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിക്കും ഓരോ ഐഡന്റിറ്റി ഉണ്ടാവും. ജെൻസിയിലുള്ള എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എൻ്റെ പേര്, എൻ്റെ പൊളിറ്റിക്സ്, ഞാൻ എന്താണ് ഇടുന്നത്, അല്ലെങ്കിൽ എൻ്റെ ആശയങ്ങളായിരിക്കും എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. Can you tell me what you think about Facebook? ഫേസ്ബുക്ക് ഞങ്ങളുടെ സമയത്ത് ഇറ്റ് വാസ് യൂസ്ഡ് ലൈക്ക് ഞങ്ങൾ കനവക്കുന്നിലൊക്കെ എടുത്ത ഫോട്ടോകൾ ഇടാനുള്ളൊരു സ്ഥലമായിരുന്നു. 2K മൊഞ്ച. ഇപ്പോഴത്തെ ലൈക്ക് എൻ്റെ ഒരു എന്നെക്കാളും ഒരു 3-4 വയസ്സ് കുറവുള്ള ആൾക്കാർക്ക് ഇത് അറിയില്ല. ഞങ്ങൾ ആ ഒരു ഫ്രീക്കൻ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ട് മേ ബി ഫേസ്ബുക്ക് ഇപ്പം ഞാൻ ഉപയോഗിക്കാറില്ല. ഐ തിങ്ക് ഇറ്റ് ഇസ് ഓൾഡ്. അമ്മാവന്മാർക്ക് നടിമാരെ ഒരു പ്രത്യേക വാക്ക് വിളിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി ഫേസ്ബുക്ക് മാറിയിരിക്കുകയാണ്. ഐ എം എൻ ആക്റ്റീവ് ഫേസ്ബുക്ക് യൂസർ. ഞാൻ ജെൻസി ആണ്. ഞാൻ ഫേസ്ബുക്കിൽ മണി ഏൺ ചെയ്യുന്നുണ്ട്. സോ ബിസിനസ്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ തന്ത വൈബിലുള്ളവരാണെന്ന് അഭിപ്രായമുണ്ടോ? ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ തന്ത വൈബിലോ? ആക്ച്വലി അല്ല. പക്ഷേ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാർ അമ്മമാർ തന്നെയാണ്. അവര് ഇത്രയും നെഗറ്റിവിറ്റി ഞാൻ ഒരു സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടില്ല. ഇൻസ്റ്റാഗ്രാം കുറച്ചുകൂടി നല്ലതാണ് ആ കാര്യം നോക്കുകയാണെങ്കിൽ. Do you follow global issues? Yeah, I do. Yes. ഇപ്പോഴും വളരെ റെലവെന്റ് ആയിട്ട് നിൽക്കുന്നത് എന്താ പറയാ, ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ തന്നെയാണ്. പലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്ട് ഓർ ഇസ്രായേൽസ് എത്നിക് ക്ലൻസിങ് ഇൻ പലസ്തീൻ. ട്രംപിന്റെ റീഎലക്ഷൻ അത് അമേരിക്കൻ എക്കോണമി എങ്ങനെ എഫക്ട് ചെയ്യും, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അത് ഇനി വരുന്ന കാലങ്ങളിൽ അമേരിക്കയിൽ നിന്ന് നമുക്ക് എന്ത് മാറ്റങ്ങളാണ് കാണാൻ പറ്റുക. Kashmir issue, politics, everything. I like politics very much. Maybe the new Prime Minister of France, I follow him, and climate change. ഗ്ലോബൽ വാർമിംഗ് ആക്ച്വലി എന്താ പറയാ ഇപ്പോഴും വളരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. കോപ്പ് ഒക്കെ നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് അവരുടെ ഡാമേജ്ഡ് ഫണ്ട്, ഐ മീൻ ദർ ആർ പീപ്പിൾ ഹൂ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡാമേജ്. അപ്പം അവരെന്തുകൊണ്ടാണ് ബാക്കിയുള്ള അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിന് ഡാമേജ് ഫണ്ട് കൊടുക്കാൻ തയ്യാറാവാത്തത് ഇസ് വൺ ഓഫ് മൈ മെയിൻ കൺസേൺ. ആൻഡ് ഓൾസോ എങ്ങനെയാണ് ബാക്കിയുള്ള ഡെവലപ്ഡ് കൺട്രീസ് പലസ്തീൻ ഒറ്റപ്പെടുത്തുന്നതും, ആൻഡ് ഓൾസോ ഇന്ത്യയിലെ മൈനോറിറ്റീസ് എങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന പൊളിറ്റിക്കൽ സിനാരിയോയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് കൺസേൺസ്. What is your take on Modi? നല്ല ഇത് തീയിടാൻ പറ്റിയ ചോദ്യമാണ്. ഐ മീൻ പേഴ്സണലി പ്രൈം മിനിസ്റ്റർ എന്നുള്ള നിലയിൽ കോൺസ്റ്റിറ്റ്യൂഷണലി പുള്ളീനെ നമ്മൾ എഗ്രി ചെയ്തേ പറ്റൂ. ബിക്കോസ് പുള്ളി പ്രൈം മിനിസ്റ്റർ ആയിപ്പോയി. I think he is this man who came into power. വ്യക്തിപ്രഭാവം ഒരുപാട് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അണ്ടർ മോദിസ് റൂൾ ഐ ബിലീവ് ദാറ്റ് ഇന്ത്യ വിൽ fall into a electoral autocracy very soon. Do you like him? Not particularly. Do you see him as a great or efficient leader?
ഈസ് എ ഗ്രേറ്റ് ലീഡർ കുറേ വേയിൽ. സ്വന്തമായിട്ട് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം, സ്വന്തമായിട്ട് എങ്ങനെ എനിക്കൊന്ന് ഇൻഫ്ലുവൻസേഴ്സിന് കുറച്ചും കൂടി ഒരു മാതൃകയാക്കാൻ പറ്റും. മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നതൊരു ഗ്രേറ്റ് എഫിഷ്യൻസി ആയിട്ട് തോന്നുന്നു. അല്ലാതെ എനിക്ക് അതിന് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. വാട്ട് ഡു യു തിങ്ക് ഓഫ് ട്രംപ്? വെരി like I think he's a super cool leader. വളരെ ഫ്രം ഇപ്പോഴത്തെ ഒരു അമേരിക്ക നമ്മൾ കാണുന്നത് we just see kids who are confused about their gender, kids who are don't know where they belong. അപ്പോൾ അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ളൊരു സെറ്റ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ സ്ട്രോങ് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു ലീഡർ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. വെൽ മോദിയും ട്രംപും മച്ചായതുകൊണ്ട് let them chill their life. പക്ഷെ ട്രംപ് ആക്ച്വലി ഈ ട്രംപിനെ പറ്റി ഇവിടെ ഊറ്റം കൊള്ളുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രംപ് നമ്മളുമായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധമില്ല. അവിടെ എന്താ പറയാ, ചെന്നിട്ട് പ്രോപ്പർ ഓതറൈസേഷൻ ഇല്ലെങ്കിൽ നമ്മൾ അയാളെ തന്നെ ചവിട്ടി പുറത്താക്കും. ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ ജനറേഷനിലെ ആൾക്കാരും എന്തൊക്കെയാണ് നോക്കുന്നത്? കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ആക്ച്വലി നോക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഇപ്പോഴത്തെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു ഇൻകം ആ കരിയറിൽ നിന്ന് കണ്ടെത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഐ നീഡ് സംതിങ് വെരി ഫ്ലെക്സിബിൾ. ബിക്കോസ് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ജോലി ഒഴിവാക്കിയതാണ്. എനിക്കൊരു പെർമനൻറ്റ് ജോലി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ 1.5 വർഷം ജോലി ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥാപനമായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ഇങ്ങനെ എന്താ പറയുക, രാവിലെ ടു വൈകുന്നേരം വരെ ഒരു ഓഫീസിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യാനുള്ള ഒരു താല്പര്യമില്ല. മോസ്റ്റ്ലി ഇപ്പോൾ സെൽഫ് എക്സ്പ്രഷൻ്റെ ഭാഗമാണ്. ഞാൻ ആക്ച്വലി ഒരു കരിയർ നോക്കുമ്പോൾ ഒരു ടിപ്പിക്കൽ 9 to 5 ചിലപ്പോൾ ഒരു ഞാൻ പാഷനറ്റായ അല്ലെങ്കിൽ എനിക്ക് വളരെ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയറെ ചിലപ്പോൾ നോക്കുള്ളൂ. പൈസ വേണം ജീവിക്കാൻ, അത് ഏത് ജനറേഷൻ ആയാലും പൈസ വേണം ജീവിക്കാൻ. പക്ഷേ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇൻകം വരിക എന്ന് പറയുന്നത് ഓഫീസ് ജോലികളിൽ നിന്ന് മാത്രമല്ല. യു ക്യാൻ ബി എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ബി ഫ്ലെക്സിബിൾ, പൈസ ഉണ്ടാക്കും. എനിക്ക് തോന്നുന്നു അത് ഒരു ഓഫീസിൽ 10 വർഷം പണിയെടുത്ത് ചെയ്താൽ കിട്ടുന്ന പൈസനേക്കാൾ കൂടുതൽ ഒരു മാസം കൊണ്ട് ഏൺ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ എനിക്കറിയാം. നിങ്ങളുടെ ജനറേഷൻ ലഹരി പദാർത്ഥങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഡു യു തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് എ നെസസിറ്റി ഇൻ ലൈഫ്? No, I don't think getting high is a necessity in life, because life itself is the greatest high. ഇപ്പോൾ പ്രോപ്പറായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റാത്തവരാണ് എന്താ പറയുക യൂഷ്വലി ഇതിൻ്റെ പുറകെയൊക്കെ പോകുന്നത്. I don't personally think ഞാൻ പേഴ്സണലി സ്മോക്ക് ചെയ്യാറില്ല, വലിക്കാറില്ല, കുടിക്കാറില്ല. പക്ഷെ എനിക്കറിയുന്ന ഒട്ടനവധി ആൾക്കാർ തിങ്സ് ഇറ്റ്സ് ആക്ച്വലി കൂൾ. ഐ നോ സംവൺ റോഡിൽ റാഷ് ഡ്രൈവിംഗ് ചെയ്യുന്നത് ഭയങ്കര കൂളല്ല എന്ന് പറയുന്നതും, തലേണയുടെ അടിയിൽ സബ്സ്റ്റൻസസ് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇറ്റ്സ് കൂൾ, ഞാൻ 18-ൽ താഴെയാണ് എന്ന് പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് പേഴ്സണലി കൂൾ. ബിക്കോസ് ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് ലീഗലി ഒബേ ചെയ്ത് ജീവിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പണ്ട് എന്താ പറയാ, കഞ്ചാവ് വളരെ ഒരു ഹോട്ട് ടോപ്പിക് ആയിരുന്നു ഒരു 5-6 കൊല്ലം മുമ്പ്. ഇപ്പൊ കഞ്ചാവ് വളരെ എന്താ പറയാ കാഷ്വൽ ആയിട്ട് പറഞ്ഞു പോകുന്നൊരു സാധനമാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് MDMA, കൊക്കെയിൻ, ഹെറോയിൻ, ക്രാക്ക് സ്മാക്ക്, വോട്ടെവർ ഇതിനെ പറ്റിയാണ്. അപ്പോൾ ആളുകൾ അതിലൊരു സൊലസ് കണ്ടെത്തുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജെൻസി കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ റിലേഷൻഷിപ്പ്, കമ്മിറ്റ്മെന്റ് തുടങ്ങിയ വാക്കുകൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അറ്റ്ലീസ്റ്റ് താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? റിലേഷൻഷിപ്പ് അറ്റ് പ്രസന്റ് എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. കമ്മിറ്റ്മെന്റ് വളരെ നല്ലൊരു കാര്യമാണ്. ഒരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെന്റും ലോയൽറ്റിയും ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഫോർ മീ ഐ ബിലീവ് ദാറ്റ് യു ഓൺലി ലവ് വൺസ്, യു ഓൺലി ലവ് വൺ വുമൺ. യു മൈറ്റ് ഗോ അറൗണ്ട് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ, ബട്ട് you might actually fall in love. You only fall in love with one person. ഞാൻ ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ വായിക്കേണ്ടായി, ജെൻസീസിൻ്റെ ഇടയിൽ അറ്റാച്ച്മെൻറ്റ്സും നോടുള്ള പേടി ഭയങ്കര കൂടുതലാണ്. മേ ബി ബിക്കോസ് അവർക്ക് വൾനറബിൾ ആവാനുള്ള ഒരു സ്പേസ് സൊസൈറ്റി കൊടുക്കാത്തത് കൊണ്ട് ആയിരിക്കാം. മേ ബി ബിക്കോസ് ഓഫ് ജഡ്ജ്മെന്റൽ ബിഹേവിയർ ബാക്കിയുള്ളവർക്ക് കൊണ്ടായിരിക്കാം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പണ്ട് ഞങ്ങൾ വളർന്നുകൊണ്ടിരുന്ന സമയത്ത് there were two things, either you have a fling or you have a relationship. ഇപ്പോൾ there are this എന്താ പറയാ set of words I am not much familiar with, situationships, flirtationships. പക്ഷേ I do have
situationships or അങ്ങനെ എന്തെങ്കിലും. It's not like exactly situationships. It's casual stuff. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് ആൾക്കാരിൽ ജെൻസീസിൽ ആൾക്കാർക്ക് സിറ്റുവേഷൻഷിപ്പുകളും കമ്മിറ്റ്മെന്റ്സ് ഇല്ലാത്ത കാര്യങ്ങളുമാണ് NS നോൺ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് ആണ് ഇഷ്ടമെന്ന് തോന്നുന്നു. ആക്ച്വലി എനിക്ക് പേഴ്സണലി തോന്നുന്നു ദി ടേം സിറ്റുവേഷൻഷിപ്പ് വാസ് കോയിൻഡ് ബൈ എ വുമൺ ഓഫ് മൈ ജനറേഷൻ ബിക്കോസ് മെൻ ആർ ഇൻഡീഡ് അറ്റ് ടൈംസ് വെരി സിമ്പിൾ ക്രീച്ചേഴ്സ്. They might say like I am എന്താ പറയാ with this girl I'm having a fling, either I'm hooking up with this girl. Men mostly അങ്ങനെ പറയും, അവർ ആ കാര്യത്തിൽ വളരെ സിമ്പിൾ ആണ്. സ്ത്രീകൾക്ക് ആക്ച്വലി എന്താ പറയാ ഈ കാര്യത്തിൽ ഒരു മറ വേണം, അല്ലെങ്കിൽ if the guy doesn't want more and they don't want to be slut shamed and they want to hook up to, അപ്പോൾ അവര് നൈസായിട്ടിരുന്ന് ആലോചിച്ചിട്ട് I think they develop this word situationship. Basically it's a hookup which is glorified. പിന്നെ flirtationship, that is sexting. അതും ഇപ്പോൾ ഗ്ലോറിഫൈ ചെയ്ത് പുതിയ പേരുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതെല്ലാ കാലത്തും ഉണ്ടായിരുന്നൊരു സാധനം, ഇപ്പോൾ ഇത്രയും ഭംഗിയുള്ള പേരുകളില്ലായിരുന്നു എന്നേ ഉള്ളൂ. കമ്മിറ്റ്മെന്റ് റിലേഷൻഷിപ്പിന്റെ ഒരു കോർ ഐഡിയൽ ആണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് പേഴ്സണലി കമ്മിറ്റ്മെന്റ് റിലേഷൻഷിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു വൺ പേഴ്സൺ ആണ്. ഇപ്പം ഞാൻ ഒരാൾ ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഒരു പേഴ്സണലായിരിക്കും. പക്ഷെ എനിക്കറിയുന്ന തന്നെ ഒരു പോളിഗമി ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്, 3 പേരുള്ള ട്രയാങ്കിൾ ലവ് ചെയ്യുന്നവരുണ്ട്. സോ ഇറ്റ്സ് ദെയർ ചോയ്സ്, ദെയർ ലൈഫ്. ഐ ഡോണ്ട് മൈൻഡ് പീപ്പിൾ ഡൂയിങ് എനിത്തിങ്. പക്ഷേ പേഴ്സണലി ഞാൻ one person monogamy. What is your take on dressing നിങ്ങളുടെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം? I don't know, like trends come, trends go, and there is a huge trend of like trying to be Korean. Baggy pants, baggy shirt, that is not Korean. That has been around for like since forever. That's an interesting question because ഞാൻ ഇട്ടേക്കുന്ന മിക്ക സാധനങ്ങളും സസ്റ്റൈനബിൾ ആണ്. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന എല്ലാം ത്രിഫ്റ്റ് ചെയ്താണ്. സോ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സസ്റ്റൈനബിലിറ്റി ആൻഡ് ഓൾസോ എൻ്റെ തന്നെ എക്സ്പ്രഷൻ ആയിരിക്കും കൂടുതലും ഞാൻ ചെയ്യുന്നുണ്ടാവുക. ഞാൻ ഇട്ടേക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ദിസ് ഷർട്ട് ബിലോങ്സ് ടു സം റാൻഡം വിമൻ വിച്ച് ഐ ത്രിഫ്റ്റഡ്. ഇറ്റ് കോസ്റ്റഡ് 70 rupees. സോ ഇറ്റ്സ് സസ്റ്റൈനബിൾ. ആൻഡ് ഓൾസോ എനിക്ക് തോന്നുന്നു അതാണ് മെയിൻലി എൻ്റെ ഐഡിയ ഓഫ് ഫാഷൻ. ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സിങ് ഇതാണ് ആക്ച്വലി. എനിക്ക് ഷർട്ടും പാൻറ്റും ഇടുന്ന, അല്ലെങ്കിൽ ടീഷർട്ടും പാൻറ്റും ഇടുന്ന അങ്ങനെ. ആൻഡ് ഐ ബിലീവ് ദാറ്റ് ചില സ്ഥലങ്ങളിൽ എസ്പെഷ്യലി ഇൻ വർക്ക് പ്ലേസസ് യു നീഡ് ടു ഹാവ് എ സർട്ടൺ ഡ്രസ് കോഡ്. ഇപ്പം നമ്മളൊരു ഇനോഗ്രേഷന് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാമെന്ന് നമുക്ക് വിചാരിക്കാം. അല്ലെങ്കിൽ നമ്മളൊരു പബ്ലിക് ഇവന്റിന് അല്ലെങ്കിൽ പാർട്ടിക്ക് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. പക്ഷെ വർക്ക് പ്ലേസിൽ ഐ സീൻ ദിസ് ടെൻഡൻസി ഓഫ് ലൈക്ക് ആൾക്കാർ കിടക്കപ്പായെന്ന് എണീറ്റ് വന്ന് ലൈക്ക് തലയും ചൊറിഞ്ഞ് വെയറിങ് ഷോർട്സ്, ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഇസ് വെരി അൺപ്രൊഫഷണൽ. പ്യുവർലി കംഫർട്ട്. ഐ വാസ് സോ ലേസി വേറെ എന്തെങ്കിലും ഇടാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ എൻ്റെ ഔട്ട്ഫിറ്റ് എല്ലാം ഞാൻ കൊണ്ടുവന്ന് തീർന്നിട്ടുണ്ട്. സോ ഐ എം വെയറിങ് ദിസ് ത്രിഫ്റ്റഡ് വിമൻ ഷർട്ട് ആൻഡ് ജാക്കറ്റ് വിച്ച് ഇസ് ത്രിഫ്റ്റഡ്. ഇറ്റ് കോസ്റ്റ് 200 rupees. ആൻഡ് ഞാൻ ഷൂട്ട് ചെയ്തൊരു ബ്രാൻഡിൻ്റെ സോക്സ്. ത്രിഫ്റ്റ് സ്റ്റോർസ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ലൈക്ക് ഈ യൂസ്ഡ് ക്ലോത്ത്സ് വാങ്ങുന്നതിന് അല്ലേ. എനിക്ക് ആക്ച്വലി ഈ 2 വാക്കുകളായിട്ട് വലിയ പരിചയമില്ല. So guys, unlike what we initially thought, you both share a lot of similar opinions. A lot of your thoughts are aligned. പക്ഷേ of course, there are things that you both will disagree on. അതിൻ്റെ തീവ്രത എത്രത്തോളമാണെന്നുള്ളത് നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവും. So Asif, for starters, you think of Facebook as a work platform with a tremendous opportunity to make money from. But Alan thinks Facebook is outdated and that it's filled with a section of the audience which is older, sexually deprived and perverse. What do you have to say about this? I think Facebook നിനക്ക് പറ്റിയ പ്ലാറ്റ്ഫോമാണ്. Because people, all that ammavan and aunties there, they're going to eat you. Because, like you go there, hi, this is my Gucci bag. They might ask you to, get lost. But, you will generate a lot of views. അറിയാം. അപ്പോൾ why do you think it is outdated? വളരെ ഔട്ട്ഡേറ്റഡ് ആണ്. അതിനേക്കാളും വളരെ നല്ല സോഷ്യൽ മീഡിയ ആപ്സ് ഇപ്പൊ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയുള്ള എല്ലാ പ്ലാറ്റ്ഫോമിനേക്കാളും ഏറ്റവും കൂടുതൽ പൈസ ഏൺ ചെയ്യാൻ പറ്റുന്നത് ഫേസ്ബുക്ക്. എന്ത് പൈസ ഏൺ ചെയ്യാൻ പറ്റും? നല്ല കാശ് കിട്ടും ഫേസ്ബുക്കിൽ. ഫേസ്ബുക്ക് മോണിറ്റൈസ്ഡ് ആണെന്ന് പോലും അറിയാം. ഫേസ്ബുക്ക് മോണിറ്റൈസ്ഡ് ആണെന്ന് എനിക്കറിയാം. ഫേസ്ബുക്കിൽ നിന്ന് വളരെ ഒരു തുച്ഛമായ എമൗണ്ട് കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷെ തുച്ഛമായ എമൗണ്ട് അല്ല, എനിക്കറിയുന്ന ആൾക്കാർ വീട് വെച്ചവരുണ്ട് ഫേസ്ബുക്കിൽ നിന്ന് മോണിറ്റൈസ്ഡ് ആയിട്ട്. ഫേസ്ബുക്ക് മാത്രം ആണോ അതോ ഫേസ്ബുക്കും കൂടെ ചേർന്നാണോ? പക്ഷെ ഫേസ്ബുക്ക് നല്ല എമൗണ്ട് ഓഫ് മണി കിട്ടി. So Asif,
Just for clarity, do you agree with Alan? Do you think that Facebook's audience lacks class and is a little outdated? അങ്ങനെ ചോദിച്ചാ അങ്ങനെയാണ്. അത്തരത്തിലൊരു ഓഡിയൻസിനെ പ്ലേസ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും അവർക്ക് കഴിക്കാൻ കൊടുത്താലല്ലേ അവർക്ക് തിരിച്ചെന്തെങ്കിലും ഇറ്റ്സ് ലൈക്ക് കഴിക്കാനോ? ഞാനൊന്നും കഴിക്കാൻ കൊടുക്കാത്ത. അല്ല, കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ അല്ലേ അവര് കഴിക്കുള്ളൂ. അതിലൊരു ഞാനൊരു കാര്യം പറയും, ഈ ഫേസ്ബുക്കിൽ നേരത്തെ ആൾക്കാർ വീട് വെച്ചെന്ന് പറഞ്ഞില്ലേ, അത് ഫേസ്ബുക്ക് മോണിറ്റൈസ് ചെയ്താണോ അതോ ചില ഗ്രൂപ്പുകളിലൂടെ ചില ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും? മേ ബി നോട്ട്. ഓക്കെ, നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ഇല്ല, നിന്റെ ഉദ്ദേശം അത്തരം മോണിറ്റൈസേഷൻ എനിക്ക് താല്പര്യമില്ല, അതാണ് ഞാൻ ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞത്. ഉള്ളവർ കാണിച്ച് ജീവിക്കട്ടെ. മറ്റേ ഒരു ഇൻഫ്ലുവൻസർ ഒരു ചേച്ചി ഇല്ലേ, നാഗ സ്വൈരേന്ദ്രി എന്ന് പറഞ്ഞിട്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അവര് ആയിരിക്കുമല്ലോ, അല്ല, അവര് പറയുന്ന ഡയലോഗ് കേട്ടിട്ടുണ്ടോ, ഉള്ളത് കാണിച്ച് ജീവിക്കും, ഇല്ലാത്തവർ ഇതുപോലെ വന്ന് ഒരു ഗതിയും ഇല്ല പരഗതിയും ഇല്ലാതെ വന്ന് കോമന്റ് ചെയ്തിട്ട് എന്താ കാര്യം? നിന്നെ പോലെയുള്ളവർ അവിടെ വന്ന് ഇങ്ങനെ നോക്കി ഇരിക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ സെക്ഷൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കോമന്റ് ഇട്ടിട്ട് എന്നെ പോലെ മേ ബി അതല്ലേ പറഞ്ഞു ഔട്ട്ഡേറ്റഡ് ആണ്. ഔട്ട്ഡേറ്റഡ് ആണ്, പക്ഷേ ജീവിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഹോർ അറൗണ്ട് ചെയ്യുന്നതിന് എനിക്ക് വലിയ വിശ്വാസമില്ല. So as we conclude this topic, Asif, do you think that ഇടുന്ന കണ്ടന്റ് പോലെ തന്നെ ഇടുന്ന പ്ലാറ്റ്ഫോമിന് ഒരു ഡിഗ്നിറ്റി ഉണ്ടാകണമെന്ന്? നമ്മൾ ഇടുന്നത് നമ്മളുടെ എത്തിക്സിന് നിലക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ ഇടുന്ന കോണ്ടന്റ് എന്നെ ഹേർട്ട് ചെയ്യുന്നില്ല, എന്റെ വീട്ടുകാരെ ഹേർട്ട് ചെയ്യുന്നില്ല, എന്റെ ഫ്രണ്ട്സിനെ ഹേർട്ട് ചെയ്യുന്നില്ല. ഇല്ല അല്ല, അവന് എന്റെ കോണ്ടന്റ് എന്റെ വീട്ടുകാരെ ഹേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണം. എന്റെ വീട്ടുകാർ they don't even care. ഞാൻ എന്റെ അങ്ങനെയല്ല. അങ്ങനെയാവോ? ഞാൻ ചെയ്യുന്ന പ്രൊഫഷനും ഇപ്പം അലൻ ഒരു ജോലി ചെയ്യുന്നുണ്ടാവും, അലന്റെ ജോലിനെ വീട്ടുകാര് അലന്റെ ജോലിയിൽ വന്നിട്ട് അങ്ങനെയാണോ ഇങ്ങനെയാണോ ചോദിക്കുന്നതിനനുസരിച്ചല്ലോ നിങ്ങൾ ജോലി ചെയ്യുക. മനസ്സിലായല്ലോ? ആസ് ഇൻ ഇപ്പം അലൻ ലോയർ ആണ് വിചാരിക്കുക. അപ്പം അലന്റെ വീട്ടുകാർ വന്നിട്ട് അലന്റെ ജോലി എന്താ അങ്ങനെ എന്ന് ചോദിക്കുന്നതോ അലന്റെ എക്സിസ്റ്റൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യലാണോ? അല്ല, ജോലിയെ പറ്റി അന്വേഷിക്കുന്നത് അതും രണ്ടാണ്. ഞാൻ സോ അലൻ, ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാമോ? ഡിഗ്നിറ്റി ഇല്ലാത്ത പ്രൊഫഷൻസ് ഉണ്ടോ? Yes, there are. What kind of? You tell me what kind of? Being a prostitute gives you so much money. It lacks dignity. You're selling your body. Being on OnlyFans gives you a lot of money. It lacks dignity. You're selling your body for, like pennies. അതുകൊണ്ടോ? അലൻ എങ്ങനെ അറിയാം അവർക്ക് ഇത്രയും പൈസ കിട്ടുന്നുണ്ടെന്ന്? അല്ല, അവരുടെ അടുത്ത് പോയിട്ടുണ്ടോ? നമുക്ക് ഈ സബ്സ്ക്രിപ്ഷൻ നോക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അല്ലെന്നെ? ഇല്ല. പിന്നെ എങ്ങനെ അറിയാം? അത് നമുക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ പൈസ ഉണ്ടാക്കുന്നതാണോ? അലൻ പൈസ ഉണ്ടാക്കുന്നതാണോ പ്രശ്നം അവർക്ക്? അല്ലെങ്കിൽ അലൻ അത് ഇവിടുത്തെ കൺസ്യൂം ചെയ്യുന്ന, എസ്പെഷ്യലി ആണുങ്ങൾ കൺസ്യൂം ചെയ്യുന്നതാണോ അല്ലെന്റെ പ്രശ്നം? ആണുങ്ങൾ കൺസ്യൂം ചെയ്യുന്നുള്ളതുകൊണ്ടാണല്ലോ അവർ ഈ കണ്ടന്റ് ചെയ്യുന്നത്, ഒന്നാമത്തെ കാര്യം. പക്ഷെ അതൊരു ഡിഗ്നിഫൈഡ്, എന്തുകൊണ്ട് അവരെ മാത്രം അതൊരു ഡിഗ്നിഫൈഡ് പ്രൊഫഷൻ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സെല്ലിംഗ് യുവർ ബോഡി for like what, $12, $10, that doesn't make you anything. You're just someone, you're just a commodity. You're labeling yourself as a commodity. Sugar mommy വന്നിട്ട് ചോദിക്കാണ്. Sugar mommy? Sugar mommy വന്നിട്ട് ചോദിക്കാണ് അലന് എത്ര രൂപ വേണം കൂടെ കിടക്കാൻ വിചാരിക്കാണ്. ഞാനൊരു വേശ്യയല്ല, ഞാൻ കാശിന് കൂടെ പോകാറില്ല. So Asif, Alan seems to have an aversion with the word trauma. He thinks that trauma is becoming a trend and that a lot of things which are considered trauma in the present is not really trauma. Whereas Asif, you seem to be more empathetic towards it and you seem to identify with the word more. Would you guys like to discuss about this? അലൻ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഒപ്പീനിയൻ വരാൻ കാരണം? ബിക്കോസ് അലൻ ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റിലൂടെ, എന്തെങ്കിലും ട്രോമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡന്റിലൂടെ കടന്നു പോകാത്തതുകൊണ്ടാണോ, അതോ അലൻ തെറപ്പി എന്ന് പറയുന്നത് ഒരു ഉട്ടോപ്യൻ കൺസെപ്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ടാണോ? അല്ല, തെറപ്പി ആക്ച്വലി വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ ഞാൻ, ഇഫ് യു വോണ്ട് ഇന്ററപ്റ്റ്, ഞാൻ മൊത്തം പറയാം. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ട്രോമാറ്റിക് ഇൻസിഡൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്, എസ്പെഷ്യലി ലോട്ട് ഓഫ് ബോഡി ഷേമിങ്. ലൈക്ക് ഞാൻ വളർന്നു വരുന്ന ഏജിലൊക്കെ ഒരുപാട് ബോഡി ഷേമിങ്. പക്ഷെ ഞാൻ ആ ട്രോമ എൻ്റെ എൻ്റെ ഒരു ലേബലാക്കി എടുത്തിട്ടില്ല. കാര്യം ഞാൻ ട്രോമറ്റൈസ്ഡ് ആണ്, അല്ലെങ്കിൽ എന്നെ ആളുകൾ ഇങ്ങനെ ചെയ്തു, ദാറ്റ് അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ഫെയർ. നോ, വാട്ട് വി ഷുഡ് ഡു ഇസ്, സി ഇൻ ലൈഫ് എല്ലാം ഹാർഡാണ്. ട്രോമയിൽ നിന്ന് കരകയറാൻ ഹാർഡാണ്, അതിൽ നിന്ന് മുന്നോട്ട് വരാൻ ഹാർഡാണ്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ, ദാറ്റ്സ് ഹൗ യു വിൻ. Like the world is not always sunshine and rainbows. There is this famous line from Rocky. So I believe in that,
ബിക്കോസ് ജീവിതത്തിൽ ട്രോമ ഉണ്ടാവും. ഞാൻ ട്രോമറ്റൈസ്ഡ് ആണ് അല്ലെങ്കിൽ ട്രോമാറ്റിക് എക്സ്പീരിയൻസ്, എനിക്ക് ഒരുപാട് ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് തെറപ്പിക്ക് പോവാതെ തന്നെ എന്താ പറയാ, എനിക്ക് ആക്ച്വലി അതിനൊരു ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അലന് പറ്റിയിട്ടുണ്ട്, അലെന്ന് പറയുന്ന പേഴ്സൺ അത് പറ്റിയിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് പറ്റണമെന്നുണ്ടോ? ഇല്ല. എല്ലാവർക്കും ഒരേ ഞാൻ നീ പറയുന്നത് കേട്ടോണ്ടിരുന്നു. അതായത് ബാക്കിയുള്ള ഒരാള് അയാളുടെ ട്രോമനെ പറ്റി പറയുമ്പോൾ ആ ട്രോമയായിട്ട് അംഗീകരിക്കാതെ ഇതുപോലെ ഹിപ്പോക്രസി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട്, അതായത് ഓക്കെ ബാക്കിയുള്ളവര് അവരുടെ ട്രോമനെ പറ്റി പറയുമ്പോൾ അത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള തരത്തില് ഇങ്ങനെ ബിഹേവ് ചെയ്യില്ല. അതായത് ഞാൻ എന്റെ ട്രോമയെന്ന് ഒരു ഓൾട്ടർനേറ്റീവ് വേ കണ്ടുപിടിച്ചിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ പ്രിവിലേജ് ആയിരിക്കാം, നിങ്ങൾക്ക് കിട്ടിയ സറൗണ്ടിങ്സ്, എൻവയൺമെന്റ് അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ജീവിച്ച സ്ഥലത്തിന്റെ എല്ലാം ഇൻവോൾവ് ചെയ്തിട്ടായിരിക്കാം. എനിക്കൊരു ഇൻസിഡന്റ് നടന്നത് എന്റെ 11-12 വയസ്സിലാണ്. എനിക്ക് 25 വയസ്സായി. ഇപ്പോഴും എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. അത് തെറപ്പി എടുത്തിട്ടും അങ്ങനെയാണ്, തെറപ്പി എടുത്തില്ലേലും അങ്ങനെയാണ്. അത് എല്ലാ കാലത്തും എല്ലാവരും എല്ലാ ട്രോമയിൽ തരണം ചെയ്ത് വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അത് പറ്റില്ല. ലൈക്ക് ഒരു പോയിന്റ് എത്തുമ്പോൾ അത് പറ്റാതിരിക്കുന്നത് ഒരു മോശം കാര്യമാണെന്നുള്ള തരത്തിലാണ് അലൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം റിയലി സോറി ഫോർ വാട്ട് ഹാപ്പൻ ടു യു. പക്ഷെ എത്ര കാലം ഈ ട്രോമയെ പറ്റി ചർച്ച ചെയ്യും? എത്ര കാലം മറ്റുള്ളവരോട് ഞാൻ ട്രോമറ്റൈസ്ഡ് ആണ്, ഞാൻ വീക്കാണ്, എത്ര കാലം ഇത് പറയും? അത് നിങ്ങൾ നിങ്ങളുടെ ട്രോമയെ തന്നെ പുച്ഛിക്കുന്നത് പോലെയല്ലേ? ആ ട്രോമയിൽ നിന്ന് നിങ്ങൾ ഉയർന്നു വന്ന് യു വിൻ ഇൻ ലൈഫ്. ദാറ്റ്സ് ഹൗ യു ഷോ പീപ്പിൾ ദാറ്റ് യു ആർ സർവൈവർ, യു ആർ എ വിന്നർ. മനസ്സിലായോ? Oh God, you are so funny and boring, to be honest. സത്യം പറയാലോ. No, because I want to say something. Because എത്ര കാലം ട്രോമനെ പറ്റി പറയുന്നത് ഈ ഭൂമിയിൽ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ മാത്രമല്ല ജീവിക്കുന്നത്. ഇതിങ്ങനെ ഈ മറ്റേ ഹ്യൂമൻ ചെയിൻ വരുന്ന പോലെ വന്നുകൊണ്ടിരിക്കും. അപ്പം മനുഷ്യന്മാരുള്ളിടത്തോളം കാലം ട്രോമനെ പറ്റി സംസാരിക്കും. എല്ലാവരുടെ ട്രോമയും ഡിഫറെന്റ് ആണ്. ലൈക്ക് മറ്റേ ട്രാൻസിലൊക്കെ ഫാസ്റ്റ് എന്ന് പറയുന്ന പോലെ യു ആർ ദ സർവൈവർ എന്നൊന്നും പറഞ്ഞാൽ ട്രോമയൊന്നും മാറില്ല. ലൈക്ക് യു ആർ ലിറ്ററലി ബാക്കിയുള്ളവരുടെ ട്രോമൻ എന്തോ ഒരു കുഴച്ച് മറിച്ചൊരു സാധനം പോലെയാ പറയുന്നത്. മെയിൻലി ഐ ബിലീവ് എന്താ പറയാ, ദിസ് ഇസ് എ വെരി concept. I am traumatized. Only believe that. Only who lack a pair believe that he can't come out of that trauma. Alan has a very harsh stance against these new jargons associated with relationships, such as flirtationships, situationships. He thinks that these are just excuses to just go and sleep around. Asif, do you believe in such classifications, and do you empathize with people who find themselves in such positions? Please discuss. Pathetic എന്നൊക്കെ പറയുന്നത് ഇച്ചിരി കൂടിപ്പോയ വേർഡാണ്. എനിക്ക് ആൾക്കാര് എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല. അത് എന്നെയോ സൊസൈറ്റിയോ ബാധിക്കുന്നില്ലെങ്കിൽ അതെന്റെ കാഴ്ചപ്പാടേ അല്ല. ആസ് ഇൻ നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, അത് നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾ ചെയ്തോ. അത് ഞാൻ അതിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല, പിന്നെ എന്താ പ്രശ്നം? ആസിഫിന്റെ ഫ്രണ്ട് വെച്ചൊരു പെൺകുട്ടിയെ അബ്യൂസ് ചെയ്യുന്നു, ചീത്ത വിളിക്കുന്നു, അടിക്കുന്നു, ചിലപ്പോ റേപ്പ് തന്നെ നടന്നു വരാം. ഒരു മിനിറ്റ്, ആസിഫിന്റെ ഇല്ല ഞാൻ കംപ്ലീറ്റ് ചെയ്യണ്ട. ഫ്ലർട്ടേഷൻഷിപ്പും ഇല്ല ഞാൻ പറഞ്ഞേ, ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്റെ വിഷയമല്ല എന്ന് പറഞ്ഞു. പല ഈ സമൂഹ MCP മെയിൽ റിലേഷൻഷിപ്പിനെയും FWBനെയും വെയിറ്റ് ഞാൻ പറയട്ടെ, ബിക്കോസ് ആ ക്വസ്റ്റ്യൻ തന്നെ റെലവെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ പെർസ്പെക്റ്റീവിലെ ഫ്ലോ ആണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുന്നിൽ എന്നെ ബാധിക്കാത്ത എന്തും നടന്നാലും എനിക്ക് കുഴപ്പമില്ല. ഒരാളെ റേപ്പ് ചെയ്യുന്നു, റേപ്പിസ്റ്റ് ചോയ്സ് അല്ലേ? അങ്ങനെ കണ്ടൂടെ? നമ്മൾ അങ്ങനെ വിചാരിച്ചാലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ലോ ഒബേ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് അല്ലെ. അപ്പം ഞാനൊരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആണെന്നും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ മുന്നിൽ ഒരാൾ കത്തിച്ചു കൊല്ലാണ്, നിങ്ങൾ നോക്കി നിൽക്കുവോ? ഇല്ല. നിങ്ങൾക്ക് ഒരു ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ? എനിക്ക് മനസ്സിലാകാത്തത്, നിങ്ങൾ മറ്റേ ഒരു സാധനത്തിനെ വേറൊരു ഒട്ടും കണക്ഷൻ ഇല്ലാത്ത വേറൊരു സാധനവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു സാധനം ഇല്ലേ? ഇല്ല, എന്നെ ഒന്നും ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ നമുക്കൊരു സൊസൈറ്റിയിലെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഞാൻ പറഞ്ഞത്. ഈ സാധനങ്ങൾ എന്നെ ബാധിക്കുന്നില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ അലൻ എന്റെ കൂടെ കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ബാധിക്കുന്ന കാര്യമല്ല. എനിക്ക് താല്പര്യമില്ല. പക്ഷേ അതൊരു എക്സാമ്പിൾ.
നിന്റെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് അങ്ങനെയല്ല തോന്നുന്നു. എന്നാലും പറഞ്ഞു. ഓക്കെടാ. ഇല്ല പറഞ്ഞു. Are you in a relationship, Alan? No. Are you in a flirtationship? എനിക്ക് എന്താണെന്ന് പോലും അറിയില്ല. FWB. എടീ, സംഭവം ഇത് ബേസിക്കലി പരിപാടി തന്നെയാണ്. ഈ പരിപാടി മുന്നേ നമ്മൾ എല്ലാരും ചെയ്തിട്ടുണ്ടോ? ഇതിന് എന്താ പരിപാടി? യു ഹുക്കപ്പ്. അതാണ് അങ്ങനെ പരിപാടി. പറഞ്ഞാ പോരെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞാ പോരെ? അങ്ങനെ പറഞ്ഞാ പോരെ? അല്ല, പക്ഷെ അത് പറയുന്നില്ല. ഇപ്പൊ ഈ പേരിട്ട് വിളിക്കുന്നതും അത് ഗ്ലോറിഫൈ ചെയ്യുന്നതും ഞാൻ തോന്നിയിട്ടുണ്ടോ? ഞാൻ അലൻ നേരത്തെ പറഞ്ഞില്ല അലൻ സിവിൽ ആണെന്ന്. അപ്പം അലനുമായിട്ട് കൺസെൻഷ്യലി സെക്സ് ചെയ്യുന്ന ഒരാളുടെ കൂടെ സെക്സ് ചെയ്തതിനു ശേഷം അലൻ വന്നിട്ട് ഇപ്പൊ എന്നോട് വന്നിട്ട് പറയാണ് അലൻ പരിപാടി കളി ഇങ്ങനെയൊക്കെ പറയില്ലേ? ഇതൊരു ചാനലാണ്ട് അങ്ങനെ പറഞ്ഞല്ല. പരിപാടി എന്നൊക്കെ പറയുന്നത് I don't know. പരിപാടി the act പോരെ? മതി. അല്ലെങ്കിൽ യു ക്യാൻ കുറച്ചുകൂടെ അലൻ സിവിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അലൻ കുറച്ചുകൂടെ സിവിലായിട്ട് എന്തേലും പറയായിരുന്നു. എന്താണ് സിവിൽ ആയിട്ടുള്ള വാക്ക് തരും? ഇതിനൊക്കെ വന്നിരിക്കുമ്പോ അലൻ എന്താണ് സിവിൽ? നമ്മളൊരു കാഷ്വൽ കോൺവെർസേഷൻ, രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ അങ്ങനെ ഒരു സിവിൽ ആവുന്നതിന്റെ ഒരു ഗോള് വേണോ ആസിഫ്? വേണ്ടല്ലോ. അപ്പൊ ആസിഫ് എനിക്കൊരു വാക്ക് പറഞ്ഞു തരും. അടിയന് അപരാധം പറ്റിപ്പോയി. കാഷ്വൽ. ശരി, പരിപാടി എന്ന് പറഞ്ഞു ക്ഷമിക്കട്ടോ. കാലുപിടിക്ക്. കാല് നക്കിക്ക് ഞാൻ നിന്നെ കൊണ്ട് പറഞ്ഞോ. സോറി. അല്ല, ഞാൻ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ. ഇതില് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. നമ്മള് ഇതിന് ഒരു പേരിട്ട് ലൈക്ക് നമുക്കൊരു ഗ്ലോറിഫൈഡ് ഹുക്കപ്സിന് ഇങ്ങനെ പേരിട്ട് ചുമ്മാ റാൻഡം ആയിട്ട് ലൈക്ക് അത് ഇറ്റ് ലാക്സ് കമ്മിറ്റ്മെന്റ്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഒരാളുമായിട്ട് നമ്മൾ കമ്മിറ്റഡ് ആവുന്നത്, ഒരാളുമായിട്ട് ലോയൽ ആവുന്നത്, ദാറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ തിങ്. ഒരാളെ മാത്രം ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഒരാളുടെ കൂടെ മാത്രം ജീവിതം ഷെയർ ചെയ്യുക, അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ അല്ലാന്ന് ഞാൻ പറഞ്ഞു. എന്റെ ആസിഫേ. So Asif, Alan thinks that depression is slowly becoming a style statement. What do you think about this? Come on. Silence. Why? I don't know. Because lifestyle depression ഇത് മറ്റേ pronoun പോലെയാണോ? I chose to be he, him, his. Lifestyle depression ആണെന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരുണ്ട്. വളരെ ഡിപ്രഷൻ ആസ് ഓഫ് നൗ എനിക്ക് അറിയാവുന്ന വളരെ ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് അത് വളരെ ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ്. പീപ്പിൾ ജസ്റ്റ് nowadays what I've seen is people just come around, they label themselves as depressed. അവര് സ്വന്തമായിട്ട് ഒരു ലേബൽ അവരുടെ പുറത്തെടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഡിപ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ കൂടി പോയ ഒരാളാണ്, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഡിപ്രസ്ഡ് ആയിരിക്കും. നേരത്തെ ടോമയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഡിപ്രഷൻ എന്ന വാക്കിനിപ്പോ ഒരു വിലയില്ലാതെ ആളുകൾ ചുമ്മാ അത് എന്താ പറയാ, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ചുമ്മാ ഇരുന്നിട്ട് ഞാൻ ഡിപ്രസ്ഡ് ആണ്. Does that make sense? അത് അലന്റെ പ്രശ്നമാണോ അത്, അല്ലെങ്കിൽ അലൻ ചുമ്മാ ഇരുന്നിട്ട് ബാക്കിയുള്ള ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നതാണോ? അവരെല്ലാരും ക്ലിനിക്കലി മറ്റേ പോയി പറഞ്ഞിട്ടില്ല. ക്ലിനിക്കലി ഇതല്ലാതെ പറഞ്ഞ ആൾക്കാരെ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരുപാട് പേര് അറിയാം, അതുകൊണ്ട് പറഞ്ഞു. So Asif, the question is, do you think a person can call themselves depressed without being clinically diagnosed as such? ഡിഫറെന്റ് ആസ്പെക്ട്സ് ആണ്. അല്ല, മേ ബി പറയല്ലേ എന്നോട് ക്ഷമി. ഓക്കെ, മേ ബി ബിക്കോസ് എനിക്കറിയില്ല പേഴ്സണലി എല്ലാ ആൾക്കാരും അങ്ങനെ ഡിപ്രസ്ഡ് ആണോ എന്ന്. ബിക്കോസ് എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാർ ഡിപ്രഷൻ ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്ത ആൾക്കാരുണ്ട്, അല്ലാതെ ഡിപ്രസ്ഡ് ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സോ ഇറ്റ്സ് വെരി ഡിഫറെന്റ്. രണ്ട് പേരുടെ പോയിന്റ് ഓഫ് വ്യൂ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പം ഞാൻ ഇതിലൂടെ കടന്നു പോയതുകൊണ്ട് ഞാൻ ക്ലിനിക്കലി പോകുന്നില്ല എന്ന് പറയുന്നത് ചിലപ്പം ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ടായിരിക്കും സെൽഫ് ഡയഗ്നോസ് ചെയ്യുന്നത്. സെൽഫ് ഡയഗ്നോസിങ് അതൊരു ട്രൈറ്റ് ആണോ? ഗൂഗിളിലൊക്കെ നോക്കി ഡിപ്രഷൻ ആയിരിക്കില്ല വരുന്നത്. അവര് അവരുടെ കണ്ടീഷൻ അല്ലേ പറയുന്നത്, അവരിതിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് മറ്റേ ഫിസിക്കൽ, ഇതുപോലെ എന്റെ കാലൊടിഞ്ഞു അല്ലെങ്കിൽ ഒരു കുരു ഉണ്ടായി, അപ്പൊ ഞാൻ ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ചു. നമ്മുടെ ശരീരം പോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. അതിന് ശരീരത്തിന് അസുഖം വന്നാൽ വി ആർ സപ്പോസ് ടു ഗോ ടു ദ ഡോക്ടർ, ഗെറ്റ് പ്രോപ്പർലി ഡയഗ്നോസ്ഡ്. അതേപോലെ തന്നെയാണ് നമുക്ക് മനസ്സിലൊരു സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറിനോട് പോയി പ്രോപ്പർ ആയിട്ട് കൺസൾട്ട് ചെയ്യുക. അതിന് ഒരുപാട് വഴികളുണ്ട്. ഇപ്പോൾ എല്ലാ ഫാമിലിയും അതിന് സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? ഫ്രീ ആയിട്ട് സർക്കാരിന്റെ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. എല്ലാ ഫാമിലിയുടെ സമ്മതം എന്തിനാണ്? നിങ്ങൾ ഈ ഗൂഗിളിൽ നോക്കി നിങ്ങൾ ഡിപ്രസ്ഡ് ആണെന്ന് സ്വയം ധരിക്കുന്നു, അപ്പൊ ഒരു ഡോക്ടറിനോട് പോകാനോ അല്ലെങ്കിൽ
ഒരാളോട് അത് ഷെയർ ചെയ്ത് ജസ്റ്റ് എന്താ പറയാ ഡിപ്രഷന് കടന്നു പോകുന്ന എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാളെ പറ്റി പറയാം. അയാൾക്ക് ജെൻഡർ ഡിസ്ഫോറിയ ആണുള്ളത്. ജെൻഡർ ഡിസ്ഫോറിയ എന്താണെന്ന് അലൻ അറിയുമെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. പണ്ടൊരു മെന്റൽ ഇൽനെസ് ആയിരുന്നു. Oh, പണ്ടൊരു മെന്റൽ ഇൽനെസ് ആയിരുന്നു, ഇപ്പൊ അതിന് വേറെ എന്തോ പേരുണ്ട്. പറഞ്ഞു കാര്യം. You know, people like you may be making it mental illness. People like me. Of course. പിന്നെ നിങ്ങൾ പറയുന്ന ആൻസർ അങ്ങനെയല്ലേ, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ. ഞാൻ പറഞ്ഞില്ല പണ്ടൊരു മെന്റൽ ഇൽനെസ് ആയിരുന്നു, എവിടെ വായിച്ച ഒരു അറിവുണ്ട്, പറഞ്ഞു ഷെയർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ജെൻഡർ ഡിസ്ഫോറിയ ഉള്ള ഒരാള് ഇപ്പൊ അല്ലൻ പറഞ്ഞില്ലേ സർക്കാരിന്റെ ഇനീഷ്യേറ്റീവ്സ് ഉണ്ടെന്ന്, ഞാൻ പറഞ്ഞു ഫാമിലി സമ്മതിക്കണം എന്നല്ല. സോ എനിക്കറിയുന്ന ആള് അയാളുടെ വീട്ടില് പൂട്ടിയിട്ടേക്കുവാണ്. ഓക്കെ, നല്ല വീട്ടുകാർ. ഞാൻ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അലനെ പോലെയുള്ള ആൾക്കാരെന്ന്. മേ ബി അലനെ പോലെയുള്ളവരാണെന്നില്ല. അലൻ മറ്റേ മെന്റൽ ഇൽനെസ് എന്ന് പറഞ്ഞതുകൊണ്ട് അലനും കൂടെ ആ കൂട്ടത്തിൽ ഞാൻ കൂട്ടിയെന്നേ ഉള്ളൂ. മേ ബി അലന്റെ ഇപ്പോഴത്തെ തോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വെരി ജഡ്ജ്മെന്റ്. മേ ബി ആയിരിക്കാം, കാണുന്നവർക്കും തോന്നുമായിരിക്കും അവർ മെന്റൽ ഇൽനെസ് വിചാരിക്കുകയാണെങ്കിൽ അവർ വിചാരിച്ചോട്ടെ ഞാൻ ജഡ്ജ്മെന്റിലാണെന്ന്, അവരെ ഞാൻ അലന്റെ കൂട്ടത്തിൽ ഞാൻ കൂട്ടാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞ ഈ വീട്ടിൽ പൂട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ മേ ബി ഒന്നുകിൽ അവർ ഭ്രാന്താണ്, അവരിതാണ്, അത് കാണാൻ പോയാൽ സൊസൈറ്റി അങ്ങനെ പറയും, ഇങ്ങനെ പറയുന്നു വിചാരിക്കും. സോ അങ്ങനത്തെ ആൾക്കാർ എങ്ങനെ അവരുടെ ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യാം, ക്ലിനിക്കലി എങ്ങനെ ഡയഗ്നോസ് ചെയ്യും? വീട്ടില് പൂട്ടിയിട്ടിരിക്കുകയാണ് ഇയാളെ, പൂട്ടിയിട്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കാം. ഫ്രണ്ട്സ് ഒന്നുമില്ല അയാൾക്ക്. അല്ല, ഇയാൾ അത് തരണം ചെയ്ത് വന്നു, അയാളത് തരണം ചെയ്ത് വന്നു. അപ്പം എങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ? ഒബ്വിയസ്ലി അയാൾ ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സ് ഉണ്ട്. അലനെ പോലെ അല്ലാതെ മെന്റൽ ഇൽനെസ് അല്ലാന്ന് ചിന്തിക്കാത്ത ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ എല്ലാവർക്കും? എന്റെ മെന്റൽ ഇൽനെസ് ഉള്ള ഫ്രണ്ട്സിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിന്നെ ഈ പോഡ്കാസ്റ്റിന് വിളിച്ചില്ലേ? അപ്പോ അവരൊക്കെ നമുക്ക് നമ്മളെല്ലാരും നമ്മളങ്ങനെ ആരെയും മാറ്റി നിർത്താൻ പാടില്ല. എനിക്ക് മെന്റൽ ഇൽനെസ് ഉണ്ടെന്ന് അലൻ പറയേണ്ട റീസൺ അതാ. ചുമ്മാ പറഞ്ഞു. ചുമ്മാ പറഞ്ഞു. ഇഷ്ടപ്പെട്ടില്ല. സോറി. നിങ്ങളെ ഫ്രണ്ട് ആണെങ്കിലും I don't know, is it nice to we are that kind of friends? We are not that kind of friends. We just know. Then what is that kind of friends? എനിക്ക് അറിയില്ലടാ. So guys, moving on to more serious topics. Alan thinks that this generation of people are very lazy and that is why they resort to drug and substance abuse for happiness. Alan was also of the opinion that your job should define you. Whereas Asif, when asked the same question, you said that your job should be something which is very flexible and something accommodative of your work hours. Is this a sign of laziness in Gen Z? And do you think this is directly in correlation with substance and drug abuse in Gen Z? Gen Z-യുടെ ഒരു trait ആണോ laziness? How stupid can be a person? You bro. Why do you think Gen Z is lazy ആണെന്ന് വിചാരിക്കാനുള്ള റീസൺ? ജെൻസീസ് ലേസി ആണെന്ന് വിചാരിക്കാനുള്ള പ്രധാന കാരണം അവരുടെ ഒരു റിയൽ ജോബ്സിനുള്ള ഒരു അവേർഷൻ, അല്ലെങ്കിൽ ഒരു പണി പറഞ്ഞാൽ അത് ചെയ്യാൻ ആക്ച്വലി ഉള്ളൊരു മടി, അത് വളരെ എവിഡന്റ് ആണ്. 4, 3, 7 ടേം പഠിച്ചു വന്നിട്ട് ഇവിടെ ഇരുന്ന് അത് റിയൽ അല്ല, ഇത് റിയൽ അല്ല, അത് റിയൽ ജോബ് അല്ല, ഇത് റിയൽ ജോബ് അല്ല എന്ന് പറയുന്നത് റിയൽ അല്ലെങ്കിൽ ജോബ് ആയിട്ടുള്ള 4 ജോബ് പറയുന്നതാണ്. എന്താ റിയൽ ജോബ്? ശരിക്കുള്ള എന്ത് ജോലി ചെയ്താലും അതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും ഒരു പണി പറഞ്ഞാൽ അത് ചെയ്യാനുള്ള മടിയാണ് ഉദ്ദേശിച്ചത്. ബന്ധപ്പെട്ട് ഒരു ജോലി വർക്ക് ഫ്ലെക്സിബിലിറ്റി എടുക്കുന്ന ഒരാൾ എന്താണ് വാട്ട് ഈസ് യുവർ ഐഡിയ വർക്ക് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയാം? എനിക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമില് എന്റെ മെന്റൽ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്ത് എനിക്ക് കിട്ടുന്ന പൈസ വെച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ടോ, അതാണ് എന്റെ വർക്ക്. എന്റെ കംഫർട്ടാണ് എന്റെ വർക്ക്. എന്നെ വന്നിട്ട് മറ്റേ എല്ലാരും ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോകം എങ്ങനെ ഫംഗ്ഷൻ ചെയ്യും? വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് എല്ലാം ഇങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വർക്ക് ചെയ്യുന്ന എത്രയോ കമ്പനീസ് ഉണ്ടല്ലോ. കമ്പനീസിന്റെ കാര്യമല്ല പറഞ്ഞാൽ നമ്മളിപ്പോ ജനറലി ആണ് ഞാൻ പറയുന്നത്. കമ്പനീസ് ഉണ്ട്. അപ്പം റിയൽ ജോബ് എന്ന് എടുത്ത് പറയുമ്പോൾ ഒരു 4-5 റിയൽ ജോബ് എന്താണ് ഒന്നും പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ കിട്ടും. 4-5 റിയൽ ജോബ് ബീങ് ഞാൻ റിയൽ ജോബ് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ എന്ത് ജോലി ചെയ്താലും അതിൽ ശ്രദ്ധിച്ച് കേട്ടോ, എന്ത് ജോലിയാണ് ചെയ്യുന്നത് വിചാരിക്കാം, ഒരു ജോലി ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം, ലോയർ ആണെന്ന് വിചാരിക്കാം, ദാറ്റ്സ് എ റിയൽ ജോബ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് കേസിന്റെ ഫാക്ട്സ് നമ്മുടെ ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറയുന്നു. ഓക്കെ, കേസിന്റെ ഹിയറിംഗ് ഇറ്റ് ഇസ് കമ്മിങ് സൂൺ. ഓക്കെ, ഇതൊരു മനസ്സിലായല്ലോ? മനസ്സിലായി. ഗുഡ് ബോയ്. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കേസിന്റെ ഫാക്ട്സ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറയുന്നു. ഹിയറിംഗ് സൂൺ ആണ്. ഇപ്പൊ നിങ്ങൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് എന്റെ സമയത്ത് ഞാൻ കേസിന്റെ ഫാക്ട്സ് എക്സ്ട്രാക്ട് ചെയ്തോളാം, ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിട്ട് എന്താ പറയാ സമയത്തിന് പോയി അത് എക്സ്ട്രാക്ട് ചെയ്യുന്നത്.
അതൊരു പ്രോബ്ലം അല്ലേ എന്നേ ഞാൻ ചോദിച്ചോളൂ. അതൊരു പ്രോബ്ലം ആണ്. വർക്ക് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വർക്കിനോട് കമ്മിറ്റ്മെന്റ് ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല വർക്ക് ഫ്ലെക്സിബിലിറ്റി. പലരും അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്നു, അതാണ് ഉദ്ദേശിച്ചത്. അത് പലരും അത് യു ജനറലൈസിങ് എവറിത്തിങ്. ഞാൻ ജനറലി കാണുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ജീവിക്കുന്ന ലോകം വേറെ ഏതോ ലോകത്താണ് എനിക്ക് തോന്നുന്നതാണ്. അല്ലേ അല്ലേ എന്താ നിങ്ങൾ ജീവിക്കുന്ന വേറെ എവിടെ അല്ലേ? ഞാൻ ഇവിടെയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല. അലൻ, ഈ വർക്ക് ലൈഫ് ബാലൻസും ഫ്ലെക്സിബിൾ വർക്ക് അവേഴ്സും ആഗ്രഹിക്കുന്നത് അപേക്ഷിച്ച് നിർത്തിയാൽ വൈ എൽസ് ഡു യു തിങ്ക് ജെൻസി ഈസ് ലേസി? വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? ഉണ്ട്. ഇൻ ജനറൽ ഒരു ലേസിനെസ് ആണെന്നുണ്ട്. ഈ ഫിസിക്കൽ ആക്ടിവിറ്റികളിലുള്ള മടി, അല്ലെങ്കിൽ എന്താ പറയാ ബാക്കി ഒരു സ്പോർട്ടിംഗ് ആക്ടിവിറ്റിയിൽ എൻഗേജ് ആവാൻ പറഞ്ഞ അതിന് മടി. ദാറ്റ് ഇസ് എ സൈൻ ഓഫ് ലേസി. നിർബന്ധമാണോ? നിർബന്ധമല്ല, എന്തെങ്കിലും നല്ല നിർബന്ധമാണോ? എടുത്തു പറഞ്ഞോണ്ട് ചോദിക്കാം. ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു മനുഷ്യന്റെ വെൽബീയിങ്ങിന് നിർബന്ധമാണ്. ആരെങ്കിലും അത് ഭയങ്കര നിർബന്ധമാണോ? ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ടല്ലോ. ജിമ്മിൽ പോകണം നിർബന്ധമില്ലല്ലോ. എന്തെങ്കിലും ഒരു അത് മാത്രം എടുത്തു പറഞ്ഞോണ്ട് ആക്റ്റീവായിട്ട് അല്ലന് ആർട്ടിസ്റ്റിക്കലി എന്തൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല. അലൻ ഒന്നും ചെയ്യുന്നതായിട്ടും എനിക്കറിയില്ല. അല്ല അലന് ആകെ ഞാൻ കണ്ടിട്ടുള്ളത് ജിമ്മിൽ പോകുന്ന ഫോട്ടോസ് ഇടും. പിന്നെന്താ അലന്റെ റിവ്യൂ പറയുന്ന കണ്ടിട്ടുണ്ട്. എന്തൊക്കെയോ 4-5 തിയേറ്ററിന്റെ മുന്നിൽ പോയിട്ട് റിവ്യൂ പറയും. ഞാൻ ഒരു തിയേറ്ററിന്റെ മുന്നിൽ പോയിട്ടില്ല. ഞാൻ കാണുന്ന അതാണ്. ഇതാണ് റിവ്യൂ പറയാനായിട്ട് ഒരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഇത് പറയുന്നത്. അലൻ ഫിസിക്കലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അലന്റെ ചോയ്സ് ആണ്. അവനവന്റെ വെൽബീയിങ്ങിന് ഇഷ്ടമുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. അലനത് മറ്റേ നിർബന്ധമായിട്ടും അത് ലേസിനെസ് ആന്ന് പറയണ്ട. ഇല്ല, വെറുതെ ജീവിതം പിക്സിനെ പോലെ ജീവിച്ചു തീർക്കരുത്. വെറുതെ തിന്നും കുടിച്ചും എന്തുപോലെ മനസ്സിലായി. അങ്ങനെ ജീവിച്ചു തീർക്കരുതെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ജീവിതത്തിൽ എന്തെങ്കിലും ഞാൻ ജിമ്മിൽ പോകാത്ത എല്ലാ ആൾക്കാരും ജിമ്മ് വിട്. അല്ല, ഫിസിക്കലി ആക്റ്റീവ് അല്ലാത്ത എല്ലാ ആൾക്കാരും പന്നികളാണോ? ഫിസിക്കലി ആക്റ്റീവ് അല്ലാത്ത എല്ലാ ആൾക്കാരും ഒരുവിധം അതേപോലൊരു ജീവിതമാണ്. ഏതേപോലൊരു ജീവിതം? വെറുതെ തിന്ന് സ്ലോട്ടിങ് അറൌണ്ട്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ. സത്യമായിട്ട് പറഞ്ഞാൽ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. ബിക്കോസ് ഫിസിക്കൽ വെൽബീയിങ്ങിനും മെന്റൽ വെൽബീയിങ്ങിനും ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്ന് കരുതി എല്ലാ ആൾക്കാരും എന്ന് പറയുന്നതാണ് എന്റെ പ്രശ്നം. വളരെ 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 ഈസിയാണ്. ആൾക്കാർക്ക് മടി കൊണ്ടാണ് ആൾക്കാർ പലതും ചെയ്യാത്തത്. എല്ലാവരും ആണെന്നില്ല. പിന്നെ ഓക്കെ, എന്തെങ്കിലും കണ്ടീഷൻസ് ഉള്ളവരെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. സോ ജഡ്ജ്മെന്റൽ. യു ജസ്റ്റ് ഗോട്ട് പീപ്പിൾ ജസ്റ്റ് ലൈക്ക് ഓക്കെ ആ പോകുന്ന ആൾ ഇങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇതാണ് നിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇപ്പം അലൻ ഒരാൾ നടന്നു വന്ന് കാണാം. അലൻ വേണമെങ്കിൽ പറയും ഓ അവള് പോക്ക, അല്ലെങ്കിൽ അലൻ വേണമെങ്കിൽ പറയും. അലന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നു. യു ആർ വെരി ക്വിക്ക് ടു അസ്യൂം. അല്ലെ, ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ട് എനിക്ക് എന്താ തോന്നിയത് പിന്നെ അലിനെ പറ്റി? നമ്മളൊരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ എൻഗേജ് ചെയ്യല്ലേ. പക്ഷെ ഫ്രണ്ട്ലി കോൺവെർസേഷൻ ആണെങ്കിലും അലൻ പറയുന്ന സ്റ്റുപ്പിഡിറ്റി കാണുമ്പോ യു ഫൈൻഡ് ഇറ്റ് ടു ബി സ്റ്റുപ്പിഡ്. അതാ പറഞ്ഞത്. ഈ ഫിസിക്കൽ ആക്ടിവിറ്റി അതുവഴിയുള്ള ഫിസിക്കൽ മെയിൻ്റനൻസ് അതെല്ലാവരും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. ശരിക്കും എല്ലാവരും നിങ്ങളെപ്പോലെ മറ്റേ ഇങ്ങനെ സ്ട്രക്ചറുള്ള ആൾക്കാരാവണം എന്നില്ല. നീ കാര്യമായിട്ട് പലതും ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ഫിസിക്കൽ ഹെൽത്ത് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾക്ക് കുറെ കാലം ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാതെ ഇങ്ങനെ അത്രേ ഉള്ളൂ. അതാണ് അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ അതിന് ലേസി എന്ന് വിളിക്കരുത്. ഞാൻ വിളിക്കും. ഈ ചുമ്മാ ഇരുന്ന് തിന്ന് ബാത്റൂമിലും പോയിരുന്നിരിക്കുന്ന ലേസി പരിപാടിയാണ്. പറയണം മറ്റേ ഡയലോഗ് തിന്നത്. What do you guys think of each other? അലനോട് ഇത് കുറെ മുന്നേ നമ്മൾ എപ്പോഴും മീറ്റ് ചെയ്തപ്പം അലൻ ഇങ്ങനെ പറഞ്ഞാണ്. നമ്മള് കാഷ്വലി ജസ്റ്റ് ഹായ് പറഞ്ഞ സമയത്ത് എന്തോ അല്ലെങ്കിൽ അലന്റെ ഇൻസ്റ്റഗ്രാം ക്യാപ്ഷൻ എന്നാണോ എനിക്കറിയില്ല. അലൻ എപ്പോഴും ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ടായി മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞാല് എന്താന്ന്. പക്ഷെ അത് അലൻ ഇപ്പോ അത് പറയുമെന്ന് എനിക്കറിയില്ല. അലന്റെ ഐഡിയ ഓഫ് മാസ്കുലിനിറ്റി എന്താ? എന്റെ ഐഡിയ ഓഫ് മാസ്കുലിനിറ്റിയോ? ബിക്കോസ് അലൻ ഒരു ടേം യൂസ് ചെയ്തു. എന്താണ് മാസ്കുലിനിറ്റി? പ്രൊട്ടക്ട് എന്നാണ്. അപ്പം അലൻ വിചാരിക്കുന്നത് ഫെമിനിറ്റി എന്ന് പറഞ്ഞാൽ ടു ബി പ്രൊട്ടക്റ്റഡ് എന്നാണോ? ഫെമിനിറ്റി ഇസ് ടു നർച്ചർ. ടു പ്രൊട്ടക്റ്റഡ് എന്നാണോ? നോ, ഫെമിനിറ്റി ഇസ് ടു ബി നർച്ചർ. ഒരു ഫെമിനിൻ എനർജി തരുന്ന എമൗണ്ട് ഓഫ് നർച്ചറിങ് അത് ഒരു രീതിയിലും ഒരു മാസ്കുലിൻ എനർജി ഉള്ള ആൾക്ക് പ്രൊട്ടക്ടിങ് ഫ്രം ഹൂം? ബാക്കിയുള്ള ആണുങ്ങളിനോ? ബാക്കിയുള്ള ആണുങ്ങളിനാണോ ബാക്കിയുള്ളവർ പ്രൊട്ടക്ട് ചെയ്യുന്നത്? വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. അല്ല പിന്നെ എന്തിനാ ടു ബി എല്ലാവരും പ്രൊട്ടക്റ്റഡ് ആക്കാൻ വേണ്ടി? എല്ലാരും പ്രൊട്ടക്റ്റഡ് ആക്കാൻ വേണ്ടിയല്ല, ബാക്കിയുള്ള ആണുങ്ങളിൽ നിന്നല്ല. പക്ഷെ അല്ല, ക്വസ്റ്റ്യൻ ചോദിച്ച മനസ്സിലായില്ലേ? മനസ്സിലായി. ആരിൽ നിന്നാണ് പ്രൊട്ടക്ട് ചെയ്യുന്നതല്ല, ആരെന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്ത്രീ
ഓക്കെ ഒരു സ്ത്രീനെ വേറൊരു മാസ്കുലിനിറ്റി ഉള്ളതാണെന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. അതിന് യു യൂസിങ് മൊത്തം കേക്ക് വെയിറ്റ് പറയട്ടെ. സി ഒരു സ്ത്രീ അവർക്ക് ജീവിതത്തിൽ, അതായത് അവര് ജനിച്ച് ബുദ്ധി ഉറച്ച് വളരുന്ന കാലഘട്ടം തൊട്ട് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. സൊസൈറ്റിയിൽ നിന്ന് അല്ലാതെ അതിൽ പല അവരുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലായിട്ട് there should be a masculine figure. എന്തിനു പ്രൊട്ടക്ട് ചെയ്യാനോ? കേക്ക്. There should be a masculine figure to hold her hands and tell her it's okay. അങ്ങനെ ആ ഒരു അഷുറൻസ് അല്ലെങ്കിൽ ആ സെൻസ് ഓഫ് അഷുറൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ അത് കൊടുക്കാൻ പറ്റുന്നത് വളരെ നല്ല കാര്യമാണ്. അത് മാസ്കുലിൻ എനർജി ഉള്ള ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. അതേസമയം ഫെമിനിറ്റിയുടെ കാര്യം വരുമ്പോൾ ആ സ്ത്രീയോ പുരുഷനോ ഒരു കുട്ടി എന്ന് തന്നെ എടുക്കുക, ആ ജെൻഡർ ഡിഫൈൻ ചെയ്യണ്ട, ആ കുട്ടിയെ നേർച്ചർ ചെയ്ത് ഉറങ്ങും. ആ കുട്ടിയെ നേർച്ചർ ചെയ്ത് ഫാക്ട്സ് പറയുമ്പോൾ ഉറക്കം വരുന്നത് ദാറ്റ് ഇസ് യുവർ കൈൻഡ് ഓഫ് എസ്കേപ്പിസം. അല്ല, ഇറ്റ്സ് നോട്ട് അങ്ങനെയല്ല, രക്ഷപ്പെടലല്ല. ബിക്കോസ് നീ പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ല. നീ പറഞ്ഞത് പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാസ്കുലിനിറ്റി എന്ന്, സൊസൈറ്റിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ. സൊസൈറ്റിയിൽ ആരായുള്ള? സൊസൈറ്റിയിൽ മറ്റേ രണ്ട് ജെൻഡർ, സോറി എത്ര ജെൻഡർ എന്ന് എനിക്കറിയില്ല, സൊസൈറ്റിയിൽ ആളുകളുണ്ട്. സൊസൈറ്റി പേട്രിയാർക്കലാണോ അല്ലയോ എന്ന് അലൻ എഗ്രി ചെയ്യുന്നുണ്ടോ? സൊസൈറ്റി പേട്രിയാർക്കലായിരുന്നു, ഇപ്പൊ അല്ല. നമ്മുടെ സൊസൈറ്റി മേട്രിയാർക്കലായിരുന്നു എന്നറിയോ? So Asif, ഇത് അലന്റെ ചാനലാണ് and you are a guest here. So what do you think about your host? What do you think about Mr. Alan? എന്ത് പറയാനാ? എന്തെങ്കിലും പറ. To the camera, maybe if you want to conclude about the person that you just spoke to, who is also a co-member of your generation. What do you like to say? Oh, I never knew that he was co-member of my generation. Oh my god. ഞാൻ പറഞ്ഞത് നന്നായി. അല്ല, എനിക്ക് മനസ്സിലായില്ലായിരുന്നു എന്റെ ജനറേഷനിലുള്ള ആളാണെന്ന്. കാരണം കോർ വാല്യൂസ് ഇല്ല, പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും കണ്ടില്ല. കുറെ പേട്രിയാർക്കൽ മൂല്യങ്ങൾ താങ്ങിപ്പിടിച്ച് നടക്കുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യാൻ നടക്കുകയാണെന്ന് തോന്നുന്നത്. ആൻഡ് ഹീസ് വെയറിങ് സോ ബേസിക് ഔട്ട്ഫിറ്റ്സ്. ആൻഡ് അലൻ, ഇന്നത്തെ താങ്കളുടെ ഗസ്റ്റിനെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? latent homosexual. First things first, എന്താ പറയാ, I'm not dressed like a butch girl, so അത് പ്രോബ്ലം ആയിട്ട് തോന്നുമായിരിക്കും. ആൻഡ് അഭിപ്രായങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു. ഐ ബിലീവ് ഇൻ ഫിസിക്കൽ ഫിറ്റ്നസ്, ഐ ബിലീവ് ഇൻ മെന്റൽ സ്ട്രെങ്ത്, ഐ ബിലീവ് ചില സർട്ടൻ മഴവില്ലുകളിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ എനിക്ക് അഭിപ്രായങ്ങളില്ല, ഞാൻ പേട്രിയാർക്കലാണ്, ഞാൻ മിസോജിനിസ്റ്റ് ആണ്, എന്ത് വേണോ പറഞ്ഞു. ഐ സ്റ്റിക്ക് ടു ദിസ് till my last breath. I am not talking to a homosexual patriarchal whatever he is. I'm not homosexual, I'm homophobic. Oh, sorry, homophobic. Okay guys, we're at the end of the episode. Time to wrap things up. Please shake hands. കണ്ടതിൽ സന്തോഷം, അറിയാൻ പറ്റിയാലും സന്തോഷം, ഇനിയും അറിയാതിരിക്കാൻ ശ്രമിക്കാം. മറ്റേ പ്രഡേറ്റർ സാധനം. I am Arnold, you are gay Carl Brothers, okay?